വീണ്ടും വാർത്തകളിലേക്ക്. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്പയാർ തേവരുടെ മകീര്യം പുറപ്പാട് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:15-നും 2:45-നും ഇടയിൽ കർക്കിടകം രാശിയിലാണ് പുറപ്പാട് ചടങ്ങുകൾ നടക്കുക. ആചാരങ്ങൾ സമൃദ്ധമാണ് തേവരുടെ മകീര്യം പുറപ്പാടും തുടർന്നുള്ള ഗ്രാമപ്രദക്ഷിണങ്ങളും. ഗ്രാമപ്രദക്ഷിണത്തിൽ തേവർ ഭക്തർക്ക് അടുത്തേക്ക് എത്തുന്നുവെന്നാണ് വിശ്വാസം. ക്ഷേത്രം ഊരായ്മക്കാരായ ചേലൂർ, പുന്നപ്പുള്ളി, ജ്ഞാനപ്പുള്ളി മനകളിലെ നമ്പൂതിരിമാർ കുളിച്ച് ഈറനെടുത്ത് തേവരെ വണങ്ങി അനുവാദം നൽകുമ്പോഴാണ് പുറപ്പാട് ചടങ്ങുകൾ ആരംഭിക്കുക. തൃക്കോൽ ശാന്തി തേവരെ മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ചു വെച്ചാൽ ബ്രാഹ്മണിപ്പാട്ടും പറനിറയ്ക്കലും ഉണ്ടാകും. തുടർന്ന് കിഴക്കേ നടയിലേക്ക് തേവരെ എഴുന്നള്ളിക്കും. 3 ആനകളോടെ ക്ഷേത്രത്തിന് പുറത്തെത്തുന്ന തേവർ 2 ആനകളെ കൂടി അകമ്പടിയോടെ ഗ്രാമപ്രദക്ഷിണത്തിലെ ആദ്യ ചടങ്ങായ സേതുകുളം ആറാട്ടിന് പുറപ്പെടും. ആറാട്ടിന് ശേഷം പാണ്ടിമേളത്തോടെ തിരിച്ചെഴുന്നള്ളുന്ന തേവർക്ക് ചെമ്പിൽ ആറാട്ടുമുണ്ട്. 20-ാം തീയതി രാവിലെ പുത്തൻകുളത്തിൽ ആറാടുന്ന തേവർ വൈകിട്ട് കാട്ടൂർ പൂരത്തിന് യാത്രയാകും. 21-ന് രാവിലെ കാട്ടൂർ പൂരം കഴിഞ്ഞെത്തുന്ന തേവർ കുറുപ്പിന്റെ ഇല്ലത്തെ പറയും പുത്തൻകുളത്തിലെ ആറാട്ടും കഴിഞ്ഞ് ക്ഷേത്രത്തിലെത്തി ചടങ്ങുകൾ പൂർത്തിയാക്കും. തുടർന്ന് ബ്ലാഹയിൽ കുളത്തിൽ ആറാട്ടും ഉണ്ടാകും. ആറാട്ടിന് ശേഷം തിരിച്ചെത്തുന്ന തേവർ വൈകിട്ട് കുറുക്കൻ കുളത്തിലും ആറാടും. 22-ാം തീയതി രാവിലെ വെന്നിക്കൽ ക്ഷേത്രത്തിലെ പറയെടുപ്പും കോതകുളത്തിലെ ആറാട്ടും കഴിഞ്ഞ് തേവർ പൈനൂർ പാടത്ത് ചാലുകുത്തും. മടങ്ങിയെത്തി വൈകിട്ട് രാമൻകുളം ആറാട്ടിന് പോകുന്ന തേവർ ആറാട്ടിന് ശേഷം സമുദായ മഠം പറ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. 23-ാം തീയതി രാവിലെ പുത്തൻകുളത്തിൽ ആറാട്ടും സമൂഹമഠം പറയും കഴിഞ്ഞ് ക്ഷേത്രത്തിൽ തിരിച്ചെഴുന്നള്ളുന്ന തേവർ വൈകിട്ട് നിയമവെടിക്ക് ശേഷം സ്വന്തം പള്ളിയോടത്തിൽ പുഴ കടന്ന് കിഴക്കേക്കരയിലെ ഗ്രാമപ്രദർശനത്തിന് പുറപ്പെടും. കിഴക്കേ നടയിൽ മണ്ഡപത്തിലെ പൂജയും ആമലത്തു തറവാട്ടുകാരുടെ പറയും കിഴക്കേ നട പൂരവും കഴിഞ്ഞ് ഊരായ്മക്കാരായ ചേലൂർ, പുന്നപ്പുള്ളി, ജ്ഞാനപ്പുള്ളി ഇല്ലങ്ങളിലേക്ക് പോകും. പുന്നപ്പുള്ളി മനയിലെ പറയെടുപ്പിന് ശേഷം മുറ്റിച്ചൂർ കൊട്ടാരത്തിൽ പറയെടുപ്പ് ഉണ്ടാകും. 24-ാം തീയതി രാവിലെ ജ്ഞാനപ്പുള്ളി കുന്നത്തുമന പറകൾക്കു ശേഷം കുട്ടൻകുളത്തിൽ ഇറക്കി പൂജയും പറയെടുപ്പും ഉണ്ടാകും. തിരിച്ച് ക്ഷേത്രത്തിലെത്തുന്ന തേവർ വൈകിട്ട് സ്വർണ്ണക്കോലത്തിൽ പുഴ കടക്കും. ആമലത്തുപടിക്കൽ നിയമവെടി കഴിഞ്ഞ് ചെറുമുക്ക്, പാക്കാട്ട് മനകളിൽ പറ സ്വീകരിച്ച് തന്ത്രി ഇല്ലത്തെത്തുന്ന തേവർ ഇല്ലത്തെ പൂജയും ചെമ്പിലാറാട്ടും കഴിഞ്ഞ് വെറ്റിലാശ്ശേരിയിലെ നിയമവെടിക്ക് ശേഷം മുരിയാംകുളങ്ങര ക്ഷേത്രം വഴി തൃപ്പയാർ ക്ഷേത്രത്തിൽ തിരിച്ചെത്തും. പൂരം ദിവസമായ 25-ന് വൈകിട്ട് നിയമവെടിയും അത്താഴപൂജയും അത്താഴ ശീവേലിയും കഴിഞ്ഞ് തേവർ ആറാട്ടുപുഴ പൂരത്തിന് പുറപ്പെടും. 26-ാം തീയതി രാത്രി ഉത്രം വിളക്ക് ആഘോഷങ്ങളുടെ പൂരച്ചടങ്ങുകൾ. നാട്ടിക ഗ്രാമപഞ്ചായത്ത് 100 ദിന കർമ്മപരിപാടിയിലെ ഒരു വാർഡിൽ ഒരു വിള പദ്ധതി 6-ാം വാർഡിലും നടപ്പാക്കി. ഇപ്രകാരം പാവയ്ക്കാണ് വാർഡിൽ കൃഷിയിറക്കിയത്. ഇയാനി ഞായക്കാട്ട് തിലകന്റെ വീട്ടുപറമ്പിൽ നടന്ന വിത്തിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ശ്രീദേവി ഷൺമുഖൻ അധ്യക്ഷയായി. 3 വർഷം മുമ്പ് വെള്ളാങ്കല്ലൂരിൽ യുവാവിനെ ആക്രമിച്ച കേസിലെ പിടികിട്ടാപ്പുള്ളിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ഒല്ലൂർ അഞ്ചേരി വീട്ടിൽ ബാബുവിനെയാണ് SI അനിൽ ടി മേപ്പിള്ളിയും സംഘവും അറസ്റ്റ് ചെയ്തത്. വെള്ളാങ്കല്ലൂർ സ്വദേശി ഗിരിജ വല്ലഭനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. വെള്ളാങ്കല്ലൂരിലെ സ്വകാര്യ ബാറിൽ 10ഓളം പേർ ചേർന്നാണ് ഗിരിജ വല്ലഭനെ ആക്രമിച്ചത്. കേസിൽ ജാമ്യത്തിലിറങ്ങി മുങ്ങിയ ബാബു കോട്ടയത്ത് ജോലി ചെയ്തു വരികയായിരുന്നു. ചാലക്കുടി പോട്ടയിൽ നിന്നാണ് ഇയാളെ പോലീസ് കഴിഞ്ഞ ദിവസം പിടികൂടിയത്. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം വാടനപ്പള്ളിയിൽ സംസ്ഥാന പ്രസിഡന്റ് കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV ബാലൻ, ജില്ലാ സെക്രട്ടറി MK പ്രകാശൻ, ട്രഷറർ CR ജയൻ, PK സത്യശീലൻ, മുനീർ ഇടശ്ശേരി എന്നിവരും സംസാരിച്ചു. ജില്ലയിലെ വിവിധ യൂണിറ്റുകളിൽ നിന്നായി 350ഓളം പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുത്തു. തയ്യൽ തൊഴിലാളി ക്ഷേമനിധിയിലെ സർക്കാർ വിഹിതം വർദ്ധിപ്പിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന വാടനപ്പള്ളി പാലിയേറ്റീവ് ക്യാൻസർ കെയർ സെന്ററിലെ വളണ്ടിയേഴ്സിനുള്ള പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് ഇന്ത്യൻ പാലിയേറ്റീവ് മെഡിസിനിലെ വിദഗ്ധൻ ഡോക്ടർ ശ്രീനിവാസൻ ക്ലാസിന് നേതൃത്വം നൽകി. ഡോക്ടർ NA മാഹിൻ അധ്യക്ഷനായിരുന്നു. പുന്നയ്ക്കമസാർ പുളിഞ്ചോടിന് പടിഞ്ഞാറ് ഭാഗം കൊച്ചിപ്പറമ്പിൽ ബാപ്പുഞ്ഞി മാസ്റ്റർ നിര്യാതനായി. 85 വയസ്സായിരുന്നു. പരാതിയായ സൈനഭയാണ് ഭാര്യ. ലൈല, ഷാഹുൽ ഹമീദ, ഷംല, പരേതനായ ഷാനവാസ്, സൗദ എന്നിവർ മക്കളും. MB ഹംസ, BM ഹംസ, റംല, ഷഹന, പരേതനായ അബ്ദുല്ല കുട്ടി എന്നിവർ മരുമക്കളുമാണ്. മതിലകം മതിൽ മൂലയിൽ എരമംഗലത്ത് ഫൈസലിന്റെ മകൻ 2.5 വയസ്സുകാരൻ സൽമാൻ ഫാരിസ് നിര്യാതനായി. സജനയാണ് ഉമ്മ. വീണ്ടും പ്രധാന വാർത്തകൾ. കാക്കാതുരുത്തി ബദർ മസ്ജിദ് മഹല്ല് യോഗത്തിനിടെ സംഘർഷം. ഇരുവിഭാഗങ്ങളിൽ ഏറ്റുമുട്ടി 9 പേർക്ക് പരിക്ക്.
ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള പ്രതിനിധി സമ്മേളനം വാടനപ്പള്ളിയിൽ നടന്നു. മുരിയാട് കോന്തിപുരം പാടത്തു നിന്നും അനധികൃതമായി മണലെടുത്ത 3 അംഗ സംഘത്തെ ഇരിങ്ങാലക്കുട പോലീസ് പിടികൂടി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.